ഈ ധർമ്മസമരത്തിലും സമരപ്രഖ്യാപനത്തിലും പങ്കെടുക്കുന്ന കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും കർമ്മധീരരും സ്നേഹനിധികളുമായ സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദരണീയനും ബഹുമാന്യനുമായ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകൾ, ബഹുമാന്യനായ നമ്മുടെ മന്ത്രി, അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനിരിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയിലെ വോട്ടിംഗ് പ്രൊസീജിയറിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരായ ജനപ്രതിനിധികൾ, എംഎൽഎമാർ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന്റെ എഐസിസിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഈ സമര പ്രഖ്യാപനത്തിന്റെ ഇത് ഒരു കാര്യം ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് സമരമല്ല, ഇത് സമര പ്രഖ്യാപനമാണ്. സമരം വരാനിരിക്കുന്നു എന്നുള്ളത് ആമുഖമായി ഞാൻ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. പ്രിയങ്കരനായ ശ്രീ കണ്ണൻ ഗോപിനാഥ് IAS, നമുക്കറിയാം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ, ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവരുടെ സിവിൽ സർവീസ് സ്വപ്നങ്ങളുടെ ഏറ്റവും തലപ്പത്ത് IAS എന്ന 3 പദവിയിലേക്ക് സ്വന്തം മുരട്ടുകൊണ്ട് നടന്നു കയറിയവരാൽ ഈ നാടിനെ നയിക്കുന്നവർക്ക് ഭരണഘടനയോടുള്ള ആഭിമുഖ്യമല്ല, അതിനെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് കണ്ടപ്പോ അതിൽ IAS പദവിയും കളക്ടർ ഉദ്യോഗം ഉൾപ്പെടെയുള്ള പദവികളൊക്കെ ദൂരെ കളഞ്ഞിട്ട് തെരുവിൽ നമ്മളോടൊപ്പമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഇവിടെ കടന്നു വന്ന പ്രിയങ്കരനായ ശ്രീ കണ്ണൻ ഗോപിനാഥ് IAS അവരോട് AICCയുടെ നിർദ്ദേശപ്രകാരം ഈ സമരത്തിന്റെ ഭാഗമാവാൻ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സഹപ്രവർത്തകർ, നമ്മൾ ഒന്നിച്ച് ഈ നാടിന് നൽകുന്ന ഒരു സന്ദേശം, അതിന്റെ അനിവാര്യതയാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അതിവിടെ സൂചിപ്പിച്ചു. 2014 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പരീക്ഷ ചോർന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് പ്രശ്നമല്ല. 2014 CBSEയുടെ +2 ഫിസിക്സ് ചോർന്നാൽ അതിലും പ്രശ്നമില്ല. 2015 AMT മെഡിക്കൽ ടെസ്റ്റ് ചേർന്നാൽ അതിൽ പ്രശ്നമല്ല. 2016 നീറ്റ് അത് ചോർന്നാൽ പ്രശ്നമല്ല. 17 SSC, അതുപോലെ തന്നെ 18 CBSEയുടെ ക്ലാസ് 10 മാത്തമാറ്റിക്സും +2 എക്കണോമിക്സും ഈ ഗവൺമെന്റിന്റെ കാലത്ത് ചോർന്നു. 2018 റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ പ്രശ്നം, അത് ടെസ്റ്റ് പേപ്പർ ലീക്കായി നമുക്കറിയാം. 21 JEE എക്സാമിന്റെ പേപ്പർ ലീക്കായി, 21 നീറ്റിന്റെ UG ലീക്കായി, 21 UGC നെറ്റ് ലീക്കായി, 24 നീറ്റ് UG ലീക്കായി, 24 UGC നെറ്റ് ലീക്കായി, 24 CSIR നെറ്റ് ലീക്കായി, 24 നീറ്റ് PG ലീക്കായി, 25 നീറ്റ് UG ലീക്കായി, 26 നീറ്റ് UG ലീക്കായി. ഇതിന്റെ മന്ത്രിയുടെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ എന്നല്ല, ഇത് ലീക്കേന്ദ്ര പ്രധാനാണ് എന്നുള്ളത് ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും പറയേണ്ട അവസ്ഥയിലേക്ക് ഈ നാട് വരുമ്പോഴും, ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്വപ്നമായ വിദ്യാർത്ഥികൾ, യുവത, അവര് ജീവൻ വെടിയേണ്ടി വരുമ്പോഴും ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് അനക്കമില്ല, ആളനക്കമില്ല, നടപടികളില്ല, അക്കൌണ്ടബിലിറ്റി ഇല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. നിങ്ങൾ അറിയണം, ഇക്കഴിഞ്ഞ വർഷം 21 വിദ്യാർത്ഥികൾ ഇന്ത്യ രാജ്യത്ത് സൂയിസൈഡ് ചെയ്തു. 21 വിദ്യാർത്ഥികൾ, +2 പരീക്ഷ കഴിഞ്ഞവർ, നീറ്റ് എക്സാം എഴുതിയവർ, എഴുതാൻ പോകുന്നവർ. ഈ ഗവൺമെന്റ് അവരുടെ ജീവന് പുല്ലുവിലയാണ് കൽപ്പിച്ചത്. ഇന്ത്യയിൽ ഒരു രാജ്യത്തൊരു ഗവൺമെന്റിന്റെ തകർച്ച മൂലം, ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഫെയിലിയർ മൂലം 21 വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു രാജി, അതിനെ ആവർത്തിക്കുന്ന ഉറപ്പുവരുത്താൻ ഒരു നടപടി ഒന്നും ചെയ്യാൻ ഈ ഗവൺമെന്റിന് മനസ്സില്ല. അവർക്ക് ഈ രാജ്യത്ത് നമ്മുടെ നാട്ടുകാരിയായ കേരളത്തിലെ ഐജ എന്ന് പറയുന്ന ഒരു കുട്ടി, ആ പെൺകുട്ടി മരിച്ചുപോയി. അനു കീർത്തന എന്ന് പറയുന്ന കുട്ടി, അനിത എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കുട്ടി, ആകാംക്ഷ ചതുർവേദി എന്ന കുട്ടി, ആ കുട്ടിയുടെ വാക്കുകളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നുവെന്ന് അച്ഛനമ്മമാർക്ക് കത്തെഴുതി അവസാനം ജീവനൊടുക്കേണ്ടി വന്നു. അവന്തിക മൗര്യ, നിക്കി യാദവ്, പ്രദീപ് മേഘൽ, അൻഷിക പ്രദീപ്, റിമ ബീഗം, ഭാഗ്യശ്രീ, അതുപോലെ തന്നെ ഐജാമേഷ് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ 10-21 കുട്ടികൾ ഈ കാലയളവിൽ ജീവൻ വെടിയേണ്ടി വന്നു ഗവൺമെന്റിന്റെ ഫെയിലിയർ മൂലം. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഈ ഗവൺമെന്റ് നടപടികളുമായി വന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നു, രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വന്നു, രാജ്യത്തിന്റെ അന്വേഷണ സംവിധാനങ്ങൾ വന്നു. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട കണ്ണൻ ഗോപിനാഥ് അദ്ദേഹം സൂചിപ്പിച്ചു, നാട്ടിലുണ്ടായ ലീക്കുകളുടെ എണ്ണം 10 വർഷം കൊണ്ട് 89-ലധികം ചോർച്ച ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി.
അതിന് 48 തവണ കുട്ടികൾ റീടെസ്റ്റ് എഴുതേണ്ടി വന്നു. 22 പരീക്ഷകൾ അത് റദ്ദ് ചെയ്യേണ്ടി വന്നു. 67 ലക്ഷം കുട്ടികളെ ഒന്നിച്ചു ബാധിച്ചതുവരെയുള്ള പ്രയാസങ്ങൾ ഈ ഗവൺമെന്റിന്റെ പരാജയം മൂലമുണ്ടായി. 2 രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ കൊടുത്ത് ഈ നാട്ടിലെ പരീക്ഷകളെ അട്ടിമറിക്കാൻ ഒരു മാഫിയ തഴച്ചു വളർന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഘടകം സീറോ കൺവിക്ഷനാണ്. ഒരൊറ്റയാള് ഇതിന്റെ പേരിൽ പ്രസിഡന്റ് തുറങ്കലിൽ അടച്ചിട്ടില്ല. ഒരൊറ്റയാള് ഇതിന്റെ പേരിൽ ഒരു പണിഷ്മെന്റ് കൊടുത്തതായി ഈ നാട്ടിൽ അറിവില്ല. ആകെ താൽക്കാലികമായി സസ്പെൻഡിനെയോ റിമാൻഡ് കാലയളവിനെയോ ജയിലിൽ നിന്ന് ബെയില് കിട്ടി ഇറങ്ങിയാൽ പിന്നെയും ഈ പണി ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന ബിജെപിയുടെ MLA-മാരുൾപ്പെടെയുള്ള ആളുകളെ നാട്ടിൽ കാണേണ്ടി വന്നു. രാജ്യത്തെ കുട്ടികൾ ജീവനെടുക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജോലി എന്താ? രാജ്യത്തെ കുട്ടികൾ 21 പേർ ജീവനെടുക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി PMCയെ പുലർത്താൻ നടക്കുകയാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശിവസേനയെ പുലർത്താൻ നടക്കുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആം ആദ്മി പാർട്ടിയെ പുലർത്താൻ നടക്കുക. നിങ്ങൾ അറിയണം, BJPയെ RSSനെ അതിനെ തകർക്കാൻ ഈ നാട്ടിൽ അവരുടെ ഭരണകൂടത്തിന്റെ ഈ നാട്ടിന്റെ ഭരണഘടനാ വിരുദ്ധ നയങ്ങളെ ചോദ്യം ചെയ്യാൻ, രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കാൻ ഇവിടെയുള്ള ചില CPM ഉൾപ്പെടെയുള്ള ചില കക്ഷികൾ പ്രാദേശികമായ പ്രസ്ഥാനങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞിരുന്നു. വേറൊരു മുന്നണിയെപ്പറ്റി പറഞ്ഞിരുന്നു. ഇപ്പൊ രാജ്യം തിരിച്ചറിയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണഘടനാ വിരുദ്ധതയെ, അമിത്ഷായുടെ ഭരണഘടനാ വിരുദ്ധതയെ, BJPയുടെ അജണ്ടകളെ, RSSന്റെ അജണ്ടകളെ അതിനെ നെഞ്ചു വിരിച്ചെതിർക്കാൻ ഇന്നാട്ടിലെ ചെറുപ്പക്കാരൊന്നിച്ച് തെരുവിലിറങ്ങാൻ ഇന്ന് കേൾപ്പുള്ള പ്രസ്ഥാനമുണ്ടെങ്കിൽ, ഇന്ന് കേൾപ്പുള്ള നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണോ എന്ന് ഇന്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, യുവതയ്ക്ക് ബോധ്യപ്പെട്ട രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം നമ്മളെ വിളിക്കുന്നു. ഓഗസ്റ്റ് 9 ഡൽഹിയിലേക്ക് നമ്മളെ വിളിക്കുന്നു. നാട്ടിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വിളിക്കുന്നു, യുവജനങ്ങളെ വിളിക്കുന്നു. ആ സമര പരമ്പരക്ക് തുടക്കം കുറിക്കുകയാണ്. ആ സമര പരമ്പരകളോട് ചേർന്ന 40 ദിവസത്തെ സമര പരിപാടികൾ മണ്ഡലത്തിലും ബ്ലോക്കിലും ജില്ലയിലും സംസ്ഥാന തലങ്ങളിലും യൂണിറ്റ് കമ്മിറ്റിയിലും സർവകലാശാലകളിലും കേരളത്തിന്റെ തെരുവിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരിക്കും. കേരളത്തിന്റെ തെരുവിൽ KSU ഉണ്ടായിരിക്കും. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഒരു കൊടുങ്കാറ്റായി KSU പ്രസ്ഥാനം, തെരുവിൽ ഒരു കൊടുങ്കാറ്റായി യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഈ സമരരംഗത്തുണ്ടാകും. ഞങ്ങൾ വെറും ഭരണവിലാസ സംഘടനക്കാരെ പോലെ ഭരണം കിട്ടുമ്പോ ഉറങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. വിദ്യാർത്ഥിയുടെയും യുവതയുടെയും പ്രശ്നം വന്നാൽ, തെരുവിലിറങ്ങേണ്ടി വന്നാൽ തെരുവിലിറങ്ങുമെന്ന് ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരപ്രഖ്യാപനം. ആ സമരപ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ KSU പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കും. ഈ ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന സമര പരിപാടികൾ, അതിന്റെ പ്രഖ്യാപനം ഈ വേദിയിൽ നടക്കും. ഈ ദിവസം ഈ വിഷയം ഏറ്റെടുത്ത് കേരളത്തിലുടനീളം വലിയ സമര പരിപാടികൾക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ പിന്തുണയിൽ സമര പരിപാടികൾ നടത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് 1 നടക്കുന്ന സമര പരിപാടി ഉൾപ്പെടെ ഇവിടെ നേതാക്കന്മാർ നിങ്ങളോട് വിശദീകരിക്കും, അതിവിടെ പ്രഖ്യാപിക്കും. നമുക്ക് വിശ്രമത്തിന്റെ നാളുകളല്ല. രാജ്യത്തിന്റെ തലമുറയെ, ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന ഏറ്റവും മോശപ്പെട്ട ചെയ്തികളിലേക്ക് കടന്നുപോകുന്ന ഒരു സർക്കാരിനെ തിരുത്താൻ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് കേരളത്തിന്റെ അടിയുറച്ച പിന്തുണയാണ് ഈ സമര പ്രഖ്യാപനം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒരു ചെറിയ കാലയളവിൽ 2-3 ദിവസത്തെ അപ്ഡേറ്റ് കൊണ്ട് ഇവിടേക്ക് കടന്നുവന്ന പ്രിയപ്പെട്ട KSU പോരാളികൾ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, പ്രിയങ്കരായ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സഹപ്രവർത്തകർ, മറ്റ് ഭാരവാഹികൾ, നിങ്ങൾ എല്ലാവരെയും KPCCക്ക് വേണ്ടിയും കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിന് വേണ്ടിയും സമരാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇത് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് സമരമല്ല, ഇത് സമരത്തിന്റെ പ്രഖ്യാപനമാണ്. ഇത് സമരത്തിന്റെ ഒടുക്കമല്ല, ഇത് സമര പരമ്പരകളുടെ തുടക്കമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ നാളുകൾ നമ്മുടെ മുമ്പിലിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സമരാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.